വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാൽ ജുമുഅ സംഘടിപ്പിക്കൽ നിർബന്ധമാണ്, ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല. ഇപ്പൊ ഈ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പെരുന്നാളാണ്, 29 മാസം കാണും, മിക്കവാറും 20 ഉദയുണ്ട്. അപ്പൊ കാണാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ വെള്ളിയാഴ്ച ജുമുഅ നടക്കണം, പള്ളി കമ്മിറ്റിയെ സംബന്ധിച്ച് ജുമുഅ നടത്തണം. ഖതീബ് ആർക്കും വരാം, ഖതീബ് നിർബന്ധമില്ല, ഖതീബ് ഇവിടെ വന്നാൽ മതി, ഞാൻ തന്നെ കൊള്ളുന്നില്ല, പങ്കെടുക്കുന്ന നിർബന്ധമില്ല. അപ്പൊ രാവിലെ പെരുന്നാസ്കാരത്തിന് വന്നാൽ ഇനി വരെ ജുമുഅസ്കാരം നിർബന്ധമില്ല, ളുഹ്ർ നിസ്കരിച്ചാൽ മതി. എന്നാൽ ജുമുഅ നടക്കൽ നിർബന്ധമാണ്, ജുമുഅ ക്യാൻസൽ ആക്കാൻ പറ്റൂല. പങ്കെടുക്കൽ ആളുകൾ ഇഷ്ടം, താല്പര്യമുള്ളവർക്ക് വരാം, അല്ലെങ്കിൽ വന്നാൽ കൂലിട്ടും, വന്നില്ലെങ്കിൽ ഒരു കുറ്റമില്ല, ളുഹ്ർ നിസ്കരിച്ചാൽ മതി. വെള്ളിയാഴ്ച പെരുന്നാളാണെങ്കിൽ ജുമുഅ നിസ്കരിക്കണ്ട, എല്ലാം മുടക്കുകയാണ്, മുടക്കികളുടെ ഒരു ലോകം. അങ്ങനെ നമ്മൾ മുടക്കികളാകാൻ പാടില്ല. വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരം നിർബന്ധമാണ്. പെരുന്നാൾ നിസ്കാരം നമുക്ക് സുന്നത്ത് മുഅക്കദത്ത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അതുകൊണ്ട് പെരുന്നാൾ നിസ്കരിക്കുകയും വേണം, അതോടുകൂടെ തന്നെ ജുമുഅയും നിസ്കരിക്കണം. ജനങ്ങളുടെ ഫർളായ ജുമുഅ പെരുന്നാളിന്റെ അന്ന് നഷ്ടപ്പെടുത്തുന്ന ആളുകളെക്കാൾ വലിയ അക്രമികൾ വേറെ ആരാണ്? അള്ളാഹുവിന്റെ ദീനിനോട് അക്രമം ചെയ്യുന്നവർ. മുഅ്മിനീങ്ങൾ അത്തരത്തിലുള്ള ഒന്നിലും പെട്ടുപോകരുത്.